ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ഫ്ലാഷ് വ്ളോഗ്. ഇന്ന് നൊമാഡിയൻ നാട്ടിൽ വന്നിട്ടുണ്ട് ഗൈസ്. ഷാർജയിൽ നിന്ന് നേരെ കൊല്ലത്ത് പോയി, കൊല്ലത്തുനിന്ന് നേരെ കൊച്ചിയിലെത്തിയിട്ടുണ്ട്. അവൻ പുതിയ കാറ് ഇന്ത്യയിൽ വാങ്ങിച്ചത് അവിടെയും വാങ്ങിച്ചെന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ സർപ്രൈസായിട്ട് ഓരോന്നോരോന്നായിട്ട് അവൻ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നാട്ടിലെ കാറിൻ്റെ വീഡിയോ റീലൊക്കെ ഇട്ടിട്ട് ഭയങ്കര ഷോ ആയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇപ്പം എന്തായാലും കാറും കൊണ്ട് വന്നേക്കല്ലേ, അപ്പോൾ നമുക്കും ആ കാറൊന്ന് ഓട്ടിച്ച് നോക്കാം ഗൈസ്, ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാം. പിന്നെ ഷാജിന് കുറച്ച് മെഡിസിനും കൊടുക്കാറുണ്ട്. അപ്പോൾ ഇവനെയും കണ്ട് ഈ സാധനങ്ങളും കൊടുക്കണം, അവരെ കാറും ഒന്ന് ചെക്കൗട്ട് ചെയ്യാം എന്നുള്ളൊരു പ്ലാനിലാണ്. അത്യാവശ്യം മോഡിഫിക്കേഷനൊക്കെ ചെയ്തിട്ടുണ്ട് ചേട്ടൻ. അപ്പോൾ എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ സേഫായിട്ട് ഓടുന്നുണ്ട്. അവൻ്റെ ആ ഒരു വിൻഷീൽഡ് ഒട്ടിച്ചേക്കുന്ന പോലത്തെ ഒരു റിഫ്ലക്റ്റീവ് സാധനം നമ്മളതിൽ ഒട്ടിച്ചാലോ എന്ന് ഞാൻ ഇങ്ങനെ ആലോചിച്ചതാണ്. ഷാസ് ഇങ്ങനെ ചോദിച്ച് ചെയ്യാനാണ്. അപ്പോൾ പക്ഷേ ഞാൻ പറഞ്ഞിങ്ങനെ ഇനിയിപ്പം ഇനി പുതിയ റൂളൊക്കെ ഇട്ടിട്ട് അതൊന്ന് കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം ചെയ്യാം. വെറുതെ നമ്മൾ ഇപ്പോഴേ ചാടിക്കറി ഓരോന്ന് ചെയ്ത് അവസാനം പണി വാങ്ങിക്കണ്ടല്ലോ. എന്തായാലും CM പറഞ്ഞതല്ലേ, അപ്പോൾ ഒബ്വിയസ്ലി എന്തെങ്കിലുമൊക്കെ നടക്കും. പുതിയ ഗവൺമെൻറ് ആണല്ലോ. ഓൾറെഡി നമ്മൾ മോഡിഫിക്കേഷനെ പറ്റിയൊക്കെ കുറച്ചൊരു വാഗ്ദാനങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. സോ ആ വാഗ്ദാനങ്ങൾ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് ഗൈസ്. എന്തൊക്കെ മോഡിഫൈ ചെയ്യാം, എങ്ങനെയൊക്കെ ഏതൊക്കെ ലെവൽ വരെ പോകാം എന്നൊക്കെ ഉള്ളത് സേഫായിട്ട്, പക്ഷെ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ കിട്ടുന്നവരെ ബെറ്റർ നമ്മൾ എടുത്ത് ചാടി ഒന്നും ചെയ്യണ്ട എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. സോ ലെറ്റ്സ് സീ. അതിൻ്റെ ഒരു ഗൈഡ് ലൈൻ വന്നതിന് ശേഷം നോക്കാം ഗൈസ്. സെറ്റാക്കാൻ ഉള്ള ഒരു ആഗ്രഹമൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നൊമാഡിയൻ ജിഞ്ചറിലാണ് താമസിക്കുന്നത്, അവിടെ MG റോഡിൽ, അവൻ്റെ ബ്രദറിൻ്റെ ഹോട്ടലിൽ തന്നെ. അപ്പം അവൻ അവിടെ നിന്ന് ഇങ്ങോട്ട് വരും എന്നാണ് പറഞ്ഞത്. ഇല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ അങ്ങോട്ട് പോകേണ്ടി വരും സാധനം കൊണ്ട്. എന്തായാലും കാണാം ഗൈസ്, ഇന്ന് അതാണ് പരിപാടി. ഡേ വിത്ത് നൊമാഡിയൻ ഫാൻസ് സന്തോഷിക്കൂ. നിങ്ങൾക്ക് നൊമാഡിയനെ കൺകുളിറൊക്കെ കാണാം. ബൈ. നിനക്കെന്താ ബെല്ലടിക്കാൻ അറിഞ്ഞൂടെ? ഫോൺ എടുത്തിട്ട് പുറത്തുണ്ടെന്ന്. നിനക്ക് കണ്ണിനല്ല അസുഖമുണ്ട്, എപ്പോൾ നോക്കിയാലും കണ്ണാടിയാണല്ലോ. നിന്റെ കണ്ണൊന്ന് കാണാനായിട്ട് എന്താണ് ഒരു വഴി? കാണാനല്ല, നിന്റെ ഇഷ്ടം. ഫുഡ് അല്ലേലും ഇല്ലടാ. അങ്ങനെ വെൽക്കം മിസ്റ്റർ നൊമാഡിയൻ. സാധനം കൊണ്ടുവരാൻ വന്നില്ലേ? ഇതുവരെ അങ്ങനെ നമ്മുടെ നൊമാഡിയൻ വന്നിരിക്കുകയാണ് ഗൈസ്. പുതിയ 2-3 കാറൊക്കെ വാങ്ങിച്ചെന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. കോടീശ്വരൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്നാടാ അമ്മാനും നിനക്കിതൊരു വിഷയമല്ല എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ പിന്നെ വിചാരിച്ചു ഓക്കെ, ഷസാമിന് വേണ്ടി ചെയ്യുന്ന ഒരു പുണ്യ പ്രവൃത്തിയായിട്ട് കണ്ടു. അവന് മരുന്നാണ് കൂടുതലും, പിന്നെ ആ വാച്ചും, പിന്നെ അവൻ്റെ ഒരു അവൻ കൊല്ലും. അവൻ വെളുപ്പറ്റേ ഉറക്കമില്ലാതെ ഇരുന്ന് ബുക്ക് ചെയ്ത വാച്ചാണ്. മറ്റേ ടെറാന്ന് പറഞ്ഞിട്ട് മറ്റേ ഡൽഹി കമ്പനിയിലാ. ഏത് പുള്ളി? കോഡ് ബ്ലൂ. അവൻ ആശുപത്രിയിലായിക്കോട്ടെ, അവനെ വിളിക്കണോ? എനിക്ക് മെസ്സേജ്, ഞാൻ സർപ്രൈസ് കൊടുക്കാന്ന്. നീ ആൾക്കാരൊക്കെ സർപ്രൈസ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് നീ ഇവിടെ ഒന്നാമത്തെ കാര്യം എല്ലാരും അറിഞ്ഞു. ഇത് കൊള്ളാം. എനിക്ക് അവൻ തന്നിട്ട് പോയാ ഞാൻ ആർക്കെങ്കിലും കൊടുക്കാൻ വേണ്ടിയിരിക്കും. എനിക്ക് നിനക്കില്ല, കോടീശ്വരന്മാർക്ക് കൊടുക്കാനല്ല. ഏതെങ്കിലും ഹെഡ്ഫോൺസ് ഇല്ലാത്ത ഏതെങ്കിലും നിനക്ക് എത്ര നിന്റെ ഒരു ഷൂസ് വിറ്റാ കിട്ടൂലടാ. നിനക്കൊരു 10 ഹെഡ്ഫോൺസ് അതൊക്കെ അവിടെ വെച്ചിട്ടുള്ളൂ. അതൊക്കെ എന്റേതാണ്. അത് എല്ലാം പണ്ടേ ഓറഞ്ച് മൈക്കൊക്കെ വാങ്ങിച്ച് ഷോ കാണിച്ചതാണ്. എന്റെ മറ്റേ സാധനം ഓറഞ്ചിന്റെ മറ്റേ സ്റ്റിക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എന്റെ നീലയുണ്ട്. ഇതിന്റെ ബ്ലോഗ് ചെയ്താൽ എവിടെയെല്ലാം പോയി തുടങ്ങി പോടാ. ഞാൻ എന്റെ വ്ളോഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ, മനസ്സിലായില്ലേ? എപ്പൊ ബ്ലോഗ് അതായത് നീ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നീ ബ്രേക്ക് എടുക്കണം, മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങളോ? ഞാൻ നാട്ടിലാണല്ലോ. ഇപ്പൊ എത്ര വ്ളോഗ് എടുത്തിട്ട്? ഞാൻ ഇന്നലെയും കൊണ്ടിട്ടല്ലോ ഒരെണ്ണം. ആണോ? ഇവിടെ വരുന്നവർക്കൊക്കെ എന്റെ ഈ ഒരു മേശപ്പുറത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് നോക്കുന്നത് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. കാർത്തി കഴിഞ്ഞോടെ വന്ന് അവൻ ഇതേപോലെ എല്ലാം എടുത്ത് വെച്ച് നോക്കി. അപ്പൊ നീ നോക്കുന്നത് എന്തൊക്കെയാണ് ഉണ്ടെന്നുള്ളതിന്റെ ഒരു ആകാംക്ഷയാണ്. എന്റെ ചെറിയ സെറ്റപ്പ് അതൊക്കെ നമ്മൾ ചെയ്യില്ലേ? അല്ല മുകളില് കണ്ട ഇത് ഒരു മിനിറ്റ് ഗൈസ്, ഞാൻ എന്നാലും വരാം. അവനുമായിട്ട് എവിടെയെങ്കിലും പോവാ. കോസ് കഫേ പോയാലോ? വണ്ടി ഓടിക്കണം എനിക്ക്. നിന്റെ വണ്ടി ഓടിക്കാൻ വേണ്ടി തന്നെ അവിടെ കാറൊക്കെ വാങ്ങി. അവിടെ പിന്നെ കുഴപ്പമില്ല, അവിടെ നല്ല റോഡല്ലേ. ഞാൻ ആലോചിക്കും യാസർ എങ്ങനെ GTR കൊണ്ട് ഇവിടെ ഓടിച്ച്. ഓടിക്കും. അവന്റെ വണ്ടി കാണുമ്പോൾ തന്നെ എല്ലാരും മാറി കൊടുക്കും. അതായിരിക്കും അവന് പിന്നെ നല്ല അറ്റൻഷനും കൂടെയാണ് അവൻ വന്നു കഴിഞ്ഞാൽ. എടങ്ങളും നൈസായിട്ട് നമ്മളില്ലാത്തപ്പോ നല്ല നല്ല സാധനങ്ങൾ കഴിക്കാൻ പോവല്ലേ? ഇവൻ നാട്ടിലോട്ട് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. അവൻ യാസർ ദുബായ് തിങ്സ്. ഓക്കെ ഗൈസ്, നൊമാഡിയൻ ലൈസൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ്. ഞാൻ ഇന്ന് കാർ ഓടിക്കാൻ വേണ്ടി റേസ് ചെയ്യാൻ വേണ്ടി മെക്ലാരനൊക്കെ ഇട്ട് വന്നത്.
പറഞ്ഞാ നന്നായി. എടേ കൊച്ചി കൂടെ ഒന്ന് ആക്സിഡന്റ് എടുക്കാൻ പറ്റുന്നില്ലടേ. എന്തൊരു ട്രാഫിക് ഇടേ. ദുബായിൽ നിന്ന് വന്നവർക്ക് കൊച്ചി കൂടെ വണ്ടി ആക്സിലറേഷൻ കൊടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കംപ്ലൈന്റ് ആണ്. എന്നാലും കഴിച്ച തന്നെ വണ്ടി ഒന്ന് ഓട്ടിച്ചോ. ഭയങ്കര ക്യൂട്ടാ. ദേഷ്യം വരൂ ചില സമയത്തൊക്കെ അവന്റെ ചെറിയ പോലെ ഇരിക്കും. ആ ഇല്ലടാ ചിലപ്പോൾ സ്നേഹിക്കണായിരിക്കും. ആണോ? ഇതിന്റെ ഇതാരെല്ലാം ഇത് ചെയ്യുന്ന ഗ്രൂം ചെയ്യുന്നവരാ? അതൊക്കെ വെളിയിൽ കൊണ്ടുപോകും. വേറെ സ്ഥലമുണ്ട്, റോംസ് ആൻഡ് റാക്സ്. നല്ല ക്യൂട്ടായിട്ട് ഗ്രൂം ചെയ്തിട്ടുണ്ട് കേട്ടോ, നല്ല വൃത്തിയായിട്ട്. ഇടയ്ക്കിടയ്ക്ക് അവന്റെ മുടി വെട്ടി വയ്ക്കും. ഭയങ്കര പൂടിയാണ് അവൻ. നല്ലപോലെ പറക്കുന്നുണ്ട്. വീട് മൊത്തം പൂടയാണ്. പൂടക്കുട്ടൻ. അടുത്ത ഡ്രസ്സൊന്നും ഇടാൻ പറ്റൂല വെള്ളപ്പം. ഓ സീനാണ്. മൊത്തം വെളുത്ത ഷർട്ടാണ്. പോട്ടെ കേട്ടാടാ. അയ്യോ എൻ്റെ പൊടിയടിച്ച ബൈക്ക് ഗൈസ്. ഇതിനെ കൊണ്ടൊന്ന് സർവീസിന് കൊടുത്തിട്ട് വേണം ഇറക്കാൻ. അയ്യോ ഫുള്ള് പൊടി. പെയിൻ്റൊക്കെ പോയാ വല അടിച്ചിരിക്കണമെന്ന് തോന്നുന്നു. ഓ ഷിറ്റ്, പാവം എൻ്റെ ബൈക്ക്. എന്തായാലും ഇതുകൊണ്ടൊന്ന് സർവീസിനും കൊടുത്തിട്ട് പയ്യ സ്റ്റാർട്ട് ചെയ്യണം ഗൈസ് ബൈക്ക് ജേണി. ഓതോ വരുന്നു മിസ്റ്റർ നൊമാഡിയൻ. അവൻ്റെ പുതിയ കാറാണ് ഗൈസ്. ഉഫ് മൊത്തം കറുപ്പ്. പക്ഷെ എൻ്റെ ദൈവം ഇത് എങ്ങനെ കാണും? പക്ഷെ കാണാൻ ലുക്ക് തന്നെ കേട്ടോ. മിസ്റ്റർ നൊമാഡിയൻ്റെ കാർ ഒക്കെ ചെയ്ത് വെച്ചേക്കണം. എൻലൈൻ ഓഹോ കൊള്ളാം കേട്ടോ, നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട്. എൻലൈനാണ്. ബ്രേക്ക് ലൈറ്റ് ഒക്കെ സ്റ്റോക്ക് അല്ല. ഓ പുതിയ എല്ലാം മാറ്റി. സ്പോയിലർ മാറ്റി. ടയർ റിമൂവ് അല്ല, ഇത് അലോയ്സ് എല്ലാം മാറ്റിയതാ. കേള. ഓ ഫ്രണ്ട് ഫുള്ള് മറ്റേ ലോഗോ ഒക്കെ ബ്ലാക്ക് ഔട്ട് ചെയ്തല്ലേ. എല്ലായിടത്തും സ്റ്റോക്ക് ആയിട്ട് തന്നെ അല്ലേ. എൻലൈൻ കുറെ ഉണ്ടല്ലോ ബാഡ്ജിങ്. അവിടെ ഇവിടെ സൈഡിൽ ഒക്കെ എൻലൈൻ. അകത്ത് മൊത്തം ബാഡ്ജിങ് സ്റ്റിയറിംഗിലും. ഇനി ഞാൻ വിചാരിച്ചേ ഇവിടെ മറ്റേ എൻലൈൻ്റെ ബാഡ്ജിങ് കൊടുക്കാന്ന് വെച്ചു. ഇതിൽ അപ്പൊ അടിപൊളിയായിരിക്കും. കൊള്ളാം. കൺഗ്രാറ്റ്സ്. ഇതൊക്കെ i20 ഉണ്ടോ? അതും ബ്ലാക്ക് അവർ സ്റ്റോക്കാ. അത് കൊള്ളാം. നിങ്ങൾ ബാഡ്ജ് വാങ്ങിച്ചു വെക്കണേന് വേറെ പൈസ കൊടുക്കണമായിരിക്കും. അതിനും ചാൻസ് ഉണ്ട് കേട്ടോ. കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്. നീറ്റാണ്. അകത്ത് ഇന്റീരിയർ ആണെങ്കിൽ ഇന്റീരിയർ അടിപൊളിയാ. റെഡ് ചെറിയ ആംബിയൻസ് ലൈറ്റ് ഒക്കെ ഉണ്ട്. റെഡ് ആക്സെന്റ് ഒക്കെ ഉള്ള സീറ്റ് ഉണ്ടോ? നല്ല സീറ്റ് ഉണ്ടോ അവർ ചെയ്തേക്കുന്നത്? ഇത് നോക്കി സ്പേസ് ഒക്കെ ഉണ്ടോ നോക്കിയതാ. സീറ്റ് നോക്കി നല്ല സീറ്റ്. ഇല്ലാത്ത കേറാൻ തന്നെ പണിയാണ്. നോർമലി ഇങ്ങനെ കമ്പനി സ്റ്റോക്ക് സീറ്റാ. നോക്കി നൈസ്. കൊള്ളാം ഗൈസ്. വയർലെസ് സാധനങ്ങളും എല്ലാം ഉണ്ട്. ഓക്കെ ഗൈസ്, നമ്മളൊന്ന് റൗണ്ട് അടിച്ച് ക്രോസ് വരെ ഒന്ന് പോയിട്ട് വരാം. ഫുള്ള് ബാക്കി കിട്ടോ. എൻ്റെ കാലെന്ന് പറഞ്ഞാൽ ചെറിയ കാലൊന്നുമല്ല, പാടായിരിക്കും. കൊച്ചു വണ്ടികളിൽ ഞാൻ കയറുമ്പോൾ കുറച്ച് പണിയാണ്. അയ്യോ ഏറ്റവും ബാക്കിൽ തന്നെ കിടക്കണം. പിന്നെ ഈ മിറർ ക്യാപ്പ് ഇതെല്ലാം എക്സ്ട്രാ ഇതാ ഒരു ലെതറിന്റെ മണം. അത് ഇതിന്റെ ഇന്നലെയാണ് ഞാൻ ശ്വാസം മുട്ടി ചാവുമല്ലോ. ഇന്നലെയാണ് കവറൊക്കെ എടുത്ത് കളഞ്ഞത്. ഇടയ്ക്കിടയ്ക്കൊക്കെ തുറന്നിട. കംപ്ലീറ്റ് ഒരു എന്തോന്നെ മറ്റേ ഒരു കെമിക്കൽ മണം. പുതിയ വണ്ടിയുടെ അല്ലേ അതിന്റെ. ഇതാണ് കേട്ടോ ചാർജിങ്. എനിക്കറിയാം, വയർലെസ് ചാർജിങ് അല്ലേ. ഇത്രയുള്ളൂ ബാക്കിലോട്ട്. ഒരുമാതിരി മറ്റേ കാർത്തിക ഹോണ്ട സിറ്റി കയറിയല്ലോ, അതിലും എൻ്റെ ഫുള്ള് ബാക്ക് ഇട്ടാലേ എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റും. ആണല്ലേ? യെസ്. അങ്ങനെ പ്രൗഡ് ഓണർ ഓഫ് i20. ഇനി എനിക്ക് തോന്നുന്നു ഇതേപോലത്തെ ഒരു സാധനം അവൻ ദുബായിലും എടുക്കാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. ആദ്യം അവിടുത്തെ ലൈസൻസ് എടുക്കട്ടെ. ഗൈസ്, അപ്പോൾ എന്തായാലും നമ്മളൊന്ന് വണ്ടി ഓടിച്ചിട്ട് നോക്കിയിട്ട് അവൻ്റെ പുതിയ വണ്ടി എങ്ങനെ ഉണ്ടോ നോക്കട്ടെ. പാട്ടൊന്നും ഇടണ്ട, ഞാൻ വ്ലോഗ് ചെയ്യിപ്പിക്കാം. സൺറൂഫ് ഉണ്ടോ? സൺറൂഫ് ഉണ്ട്. ഇങ്ങനെ വെളിച്ചം വരും. നീ ഇതുകൊണ്ട് ഈ കൊല്ലത്തുനിന്ന് ഈ മാറ്റം മണവും കൊണ്ടാണ് വന്നത് നീ. ആ ഞാൻ ഇപ്പൊ ഒരു 5 മിനിറ്റ് ആണെങ്കിൽ ഞാനും പാട് ഇത് ഞാൻ പറഞ്ഞേ ആ പ്ലാസ്റ്റിക്കിന്റെ ലെതറിന്റെ ഒക്കെ ഭയങ്കര. ഇന്നലെ ഊരി കളഞ്ഞ പ്ലാസ്റ്റിക് അടിയിടിക്കൂ. ഇല്ലല്ലോ, 35,000 രൂപയുടെ സ്കേർട്ടും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്തിട്ട് ക്യാൻസൽ ചെയ്ത് ഇവിടെ വന്നപ്പോഴത്തേക്ക് വണ്ടി നല്ല താഴെ കിടക്കുന്നു. അപ്പൊ ഞാൻ സ്കേർട്ടും കൂടെ ഇട്ടാന്ന് ആലോചിച്ച് നോക്കി, അടി തട്ടി കുപ്പാട് വരും. ഓൾറെഡി വണ്ടി താന്ന് കിടക്കുക. ഗൈസ്, പുതിയ വണ്ടിയായോണ്ട് ഓട്ടിക്കാൻ നല്ല സുഖം. പിന്നെ ആ ഒരു പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കാരാഗ്രഹത്തിൽ ഇരുന്ന് പോകുന്ന ഒരു ഫീലിംഗ്. നിങ്ങളുടെ വെർണയുടെ ഇത് ബ്ലാക്ക് അല്ലല്ലോ? ഇല്ലല്ലോ, ഞാൻ ഇത്രയൊന്നും ബ്ലാക്ക് ഒന്നും അടിച്ചിട്ടില്ല. ഇല്ല അല്ലല്ല, ഫുള്ള് ബ്ലാക്ക്. ഇത് സ്റ്റോക്കിൽ മൊത്തം ഡാർക്ക് അല്ലേ? സ്റ്റോക്കില് ഡാർക്കാ വണ്ടി. അപ്പൊ ഞാൻ വിചാരിച്ചു എൻലൈൻ ആയോണ്ടായിക്കോടാ. എൻലൈൻ ആയോണ്ടാ. പിന്നെ വെർണ എൻലൈൻ ഒന്നും ഇറങ്ങിയില്ലല്ലോ ആ സമയത്ത്. സ്പോർട്സ് മോഡൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ സ്പോർട്സ് മോഡൊന്നും ഇടാൻ പറ്റുന്നില്ല. ആദ്യത്തെ ഒരു ലാഗ് കഴിഞ്ഞ് കാല് എടുത്ത് കഴിഞ്ഞാൽ ഒരു ടെർബോ വേണം. കണ്ട കൈസ് ഇവിടെ ഈ സൈഡ് മൊത്തം. അതെ, കാരണം മഴ പെയ്ത് നല്ല ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്ഥലമുണ്ട് ബ്രോ ഈ വണ്ടിയുടെ ഫോട്ടോ എടുക്കാൻ. ദുബായില് ഡൗൺ ടൗണിൽ കൊണ്ടുവച്ചെടുക്കുന്നതാണല്ലോ. ഇതോ എന്ത് വേണമെങ്കിലും പറയാം. ഓ പനമ്പള്ളിയിൽ പോയിട്ട് നോക്കാം. ഓക്കെ, കഫിക്കാനേരം അവിടെ. നിങ്ങളുടെ ഫോട്ടോഗ്രാഫിയെ കുറിച്ചുള്ള ഫോട്ടോ ഏത് ഈ മൊബൈൽ വെച്ചിട്ടാ?
ഒന്നും പറ്റത്തില്ലേ? എഴുതാൻ നോക്കാം. ഇവിടെ ഷസാമിന് മൊബൈലിൽ നല്ല ഫോട്ടോ എടുത്ത് കൊടുത്തല്ലോ. അതൊക്കെ സീൻ ഫോട്ടോ ആയിരുന്നു കേട്ടോ. ഏത് നീ മറ്റേ ഫൈൻഡ് X9 അൾട്രയിലുള്ളതാണ്? ഓപ്പോയുടെ ഫോണിലാണ്. ഓപ്പോയുടെ ഫോണിലാണ് കുറെ എഫക്ട്സ് ഒക്കെ ഇട്ട്. അത് വേറെ ഏതോ ഫോൺ, അത് മറ്റേ വിവോ FE X300 FE. അത് എനിക്കും ഇഷ്ടപ്പെട്ടായിരുന്നു. അത് പക്ഷേ ഞാൻ അവന്റെ പറഞ്ഞു അവിടെ ദുബായിലാകുമ്പോൾ കുറച്ചുകൂടെ നൈസായിട്ട് കളറൊക്കെ അടിപൊളിയായിരിക്കും. മറ്റേ ആ ട്രാഫിക്കിന്റെ അതിന്റെ ഇടയിൽ നിൽക്കാൻ നല്ല രസമായിരിക്കും. ഡൗൺ ടൗണിലൊക്കെ എടുത്ത് ഫുൾ മോഷൻ ബ്ലറൊക്കെ വരും അതിൽ എഫക്റ്റ്. സോ ഗൈസ്, അങ്ങനെ ഇതിലേക്കൂടെ വണ്ടി ഓടിക്കുന്ന കാര്യം ഭയങ്കര റിസ്ക്കാണ്. അതും നമ്മുടെ കൊച്ചിയിലൂടെ. എന്തായാലും ഈ ഒരു ട്രാഫിക്കിന് എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ. എന്തായാലും വീഡിയോ സതീഷ് ഇത് കാണുന്നുണ്ടെങ്കിൽ ട്രാഫിക് അവർക്ക് എന്തെങ്കിലും പരിപാടി അല്ലേ, കുറച്ച് ലേ ഓവറും കാര്യങ്ങളും ബാംഗ്ലൂർ പോലെ. ഇവിടെ വൈറ്റിൽ ഓൾറെഡി ഒരു പദ്ധതിയൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. ഉടനെ തന്നെ അത് സെറ്റ് ആകുമായിരുന്നു. അല്ല പുള്ളിക്ക് ഒരു ഓറ ഉണ്ടല്ലേ, പുള്ളി ചിരിയൊക്കെ ഉണ്ടല്ലോ, ഒരു പോസിറ്റിവിറ്റിയാണ്. നമ്മൾ ഒരാളായിട്ട് തോന്നുന്നു. നമുക്ക് അങ്ങനെ ഒരു എന്താ പറയാല്ലോ, നമുക്ക് ആ ഒരു അപ്രോച്ചബിൾ CM എന്നുള്ള രീതിയില്. എനിക്കൊന്ന് അടുത്ത ഉമ്മൻചാണ്ടി ആയിരിക്കും കേട്ടോ. അടുത്ത ഉമ്മൻചാണ്ടി ആ ഒരു ലെവലിലായിരിക്കും പുള്ളിയുടെ പ്രവർത്തന കാര്യങ്ങൾ. കാരണം ഇനി പുള്ളിക്ക് ചെയ്തേ പറ്റൂ. ജനങ്ങളുമായിട്ട് ഇങ്ങനെ അടുത്ത് നിൽക്കുന്ന ഒരു മന്ത്രി. ഇപ്പം ഒരുപാട് ഇത് ഇൻസ്റ്റയില് ട്രോള് വരുന്നുണ്ട്. എടാ നിങ്ങൾക്ക് തമിഴ്നാട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഉണ്ടടാ പൂക്കി മുഖ്യമന്ത്രി. പക്ഷെ വിജയ് കുറച്ചുകൂടെ സീരിയസ് ആണ് കേട്ടാ. വിജയ് കാണാൻ പൂക്കിയാണെങ്കിലും പുള്ളി ആ ഒരു ഈ പരിപാടിയിൽ അങ്ങനെ ഒരു പൂക്കിത്തനവും ഇല്ല. പുള്ളി നല്ല സ്ട്രിക്റ്റ് ആണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സൈലന്റ് ആണ് പുള്ളിയുടെ. മറ്റേ പണ്ട് ഓർമ്മയുണ്ട, വിജയ് സംസാരിച്ച് കാണാറ് പോലും ഇല്ല വെളിയിൽ. ഇപ്പൊ CM ആയതിനു ശേഷം പുള്ളി ഭയങ്കര ഒരു കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ടുള്ള ഒരു ഇതിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എല്ലാം വെൽ പ്ലാൻഡ് ആയിരുന്നു. അതെ, പക്ഷെ ഇവിടുത്തെ നമ്മൾ കുറെ ഒന്ന് ഞെട്ടി. ആര് CM ആവും അത് കുറച്ച് നമ്മൾ ടെൻഷനായി. ട്വിസ്റ്റ് ആയിരുന്നില്ല, സിനിമയെ പോലത്തെ ട്വിസ്റ്റ് ഇല്ലായിരുന്നു. നാളെ ദൃശ്യം 3 റിലീസ്. ഞാൻ രാവിലെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ആണോ? രാവിലെ സസ്പെൻസ് ഒക്കെ പൊളിയണതിന് മുമ്പേ തന്നെ. എത്ര മണിക്കാ ബുക്ക് ചെയ്തത്? 8:45. ഫ്ലൈറ്റ് എത്ര മണിക്കാ? നീ നാളെ എത്തൂല്ല? മറ്റന്നാൾ എത്തും രാവിലെ. കൊള്ളാം ഗൈസ്, നല്ല പവറുള്ള വണ്ടിയാണ്. അത്യാവശ്യം പറല്ലേ, ഹൈവേ കൂടെ ഒക്കെ പറപ്പിക്കാം കേട്ടാ. ഹൈവേ പറപ്പിക്കാൻ പറ്റും. കൊച്ചി സിറ്റിക്ക് പവറിലൊന്നും ഒരു കാര്യമില്ല. ലാംബോർഗിനി കൊണ്ടുവന്നിട്ട് ഇവിടെ ലംബോ ആണെങ്കിലും ഉണ്ടാണെങ്കിലും ഒരുപോലെ എല്ലാം ഒരുപോലെ ഇതേപോലെ ട്രാഫിക് ഇങ്ങോട്ട് ഹൈ ഒക്കെ കാണിക്കാം. പിന്നെ ഇൻഷു ഉള്ളവൻ ജസ്റ്റ് ഒന്ന് ഷോ കാണിക്കാം, അത്രയാണ്. സൗണ്ട് ഒക്കെ സൗണ്ട് ശ്രദ്ധിച്ചോണ്ട് എക്സോസ്റ്റ് സൗണ്ട് ഇല്ല. ഈ ഗുഹയ്ക്കകത്തിരുന്ന് എന്തോ എക്സോസ്റ്റ് അത് കേൾപ്പിച്ചതാ. വെളിയിൽ ഇറങ്ങുമ്പോ നീ മാറ്റിയാ? ഇല്ല സ്റ്റോക്ക് സൗണ്ട് ഉണ്ട്. സൗണ്ടാണ് അവിടെ. വെയിലൊക്കെ നല്ലപോലെ കണ്ണി അടിക്കുന്നുണ്ടല്ലോ ഇതൊക്കെ തേച്ചിട്ടും വെച്ചിട്ടും. എന്ത് ചെയ്യാനാണ് ഇവിടുത്തെ അമ്മാരി പവർഫുൾ വെയില. അപ്പൊ ആലോചിച്ച് നോക്കി ഇതില്ലെങ്കിൽ കരിഞ്ഞു പോകണമെന്നില്ല. അതാണടെ, ഇതില്ലെങ്കിൽ അവസ്ഥ ആലോചിച്ച് നോക്കിയേ. ഇതൊക്കെ ഒട്ടിച്ചിട്ട് വലിയ കാര്യമില്ല. നല്ല വെയിലടിക്കുന്നു. കാണാം. അപ്പോൾ എന്തായാലും വണ്ടിയുടെ വിശേഷങ്ങൾ നിങ്ങളെല്ലാം കണ്ടു കാണും. എന്തെങ്കിലും പറയാനുണ്ടോ? വണ്ടി കൊള്ളാം, നൈസ്, വെരി ഗുഡ്. എല്ലാം ആദ്യമായിട്ട് ഓടിക്കുന്നത്? എനിക്ക് ഇഷ്ടമാണ്. പണ്ട് i20 സ്പോർട്സ് ഓടിച്ചിട്ടുണ്ട്, N-Line ഓടിച്ചിട്ടില്ല. N-Line എന്ന് പറയുമ്പോൾ ഇവരുടെ ഒരു സെഗ്മെന്റിലെ N പെർഫോമൻസ് എന്ന് പറയും. N പെർഫോമൻസ് സ്പോർട്സ് കഴിഞ്ഞ് വന്നതാണത്. ആദ്യമൊക്കെ സ്പോർട്സ് ആയിരുന്നു, i20 സ്പോർട്സ്. അത് കഴിഞ്ഞാണ് പിന്നെ N-Line ഇറങ്ങിയത്. ഇത് ഞാൻ പറയില്ല, ഇവിടെ കത്തിച്ച് വിടാനായിട്ടുള്ള റോഡൊന്നും സാധനം അങ്ങ് പുറത്ത് രാജ്യങ്ങളിലൊക്കെ കിട്ടൂടാ. ദുബായ് കാണുമല്ലോ, ടൂൺ ചെയ്യാനല്ല വണ്ടിയൊക്കെ അവിടെ പൊട്ടും. അപ്പോ എവിടെയാണ് നമ്മൾ പോകുന്നത്? കോസ് കഫേ. ഞാൻ പോയിട്ടില്ല. നീ പോയിട്ടില്ല? യാസർ പോയിട്ടുണ്ടോ? യാസറും പോയിട്ടില്ല. പുതിയ സ്ഥലം ഇല്ല, അന്നും ഉണ്ടായിരുന്നു. പക്ഷെ അവൻ എപ്പോഴും പോകണമെന്നിട്ട് പോകാൻ പറ്റിയിട്ടില്ല. നമ്മളെപ്പോഴും കഫിക്കാനല്ലേ പോണം. ഇന്ന് നമുക്കൊരു വെറൈറ്റിക്ക് കോസി പോവാം. കോസിൽ പോയിട്ട് ഇല്ലീഗൽ എൻട്രി. ഇവിടെ കൊച്ചി വന്നു കഴിഞ്ഞാൽ പല സ്ഥലത്തു നിന്നും ഓരോ കാറൊക്കെ വരുന്നു. പണ്ട് ബൈക്കൊക്കെയാണ് കണ്ടിട്ടുള്ളത്. മാസ് എൻട്രിയാ വരുന്നത് കേട്ടോ. സത്യം കേട്ടോ, വേറെ ലെവൽ ഡ്രൈവിംഗ്. സൈഡിൽ കൂടെ വേണ്ടി. അപ്പൊ കോസിൽ പോയിട്ട് കാണാം. ബൈ. സോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ കോസിൽ പോകാൻ നേരത്ത് കോസിൽ ഫുൾ ആണല്ലേ. വണ്ടി ഇടാൻ പോലും സ്ഥലമില്ല. നമ്മുടെ വണ്ടി പാർക്ക് ഇവിടെ സ്ഥലം കിട്ടിയില്ല. പാർക്കിംഗ് കിട്ടിയില്ലെങ്കിൽ നമ്മൾ കയറാറില്ല. അതെ, അത് നമുക്ക് ഫ്രണ്ടിൽ തന്നെ വേണം. യെസ്. ഇപ്പൊ നമ്മൾ വീണ്ടും എത്തിയിരിക്കുന്നത് നമ്മൾ ഒരിക്കലും കയറാത്ത ഒരു സ്ഥലത്തോട്ടാണ്. സസ്പെൻസ് ത്രില്ലർ ആണ്. നിങ്ങളൊക്കെ ഞെട്ടും ഈ കട കണ്ടു. ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത് ഇവിടെ. ഞാൻ ഫസ്റ്റ് ടൈം. എന്നോട് എപ്പോഴും പറയും ഇങ്ങനെ സ്ഥലം ഉണ്ടെന്ന്, പക്ഷെ ഞങ്ങൾ അവസാനം വന്നെത്തിയിരിക്കുകയാണ് ഗൈസ്. തറവാട്ടിലെത്തി. അതും നമ്മുടെ ഒരു കോൾഡ് ബ്രൂ കുടിച്ചിട്ട് പറ്റുമെങ്കിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞ് കോസിൽ ഒന്നുകൂടെ പോയി. എനിക്ക് ആ മാംഗോ ടാക്കോ ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. പോണം. കഴിഞ്ഞാണെങ്കിൽ പോയിട്ട് കിട്ടിയില്ല. ഈ പ്രാവശ്യമെങ്കിലും നോക്കണം.
ലെറ്റ്സ് ഗോ. ഓക്കെ ഗൈസ്, പോയൊരു കോൾഡ് ബ്രൂ കുടിച്ചിട്ട് തരാം. ഗൈസ്, i20യുടെ ബാക്കിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന സാധനങ്ങളൊക്കെ കണ്ടില്ല, ലൈറ്റൊക്കെ, സ്റ്റോപ്പ് ലൈറ്റിൻ്റെ ഒക്കെ ഓരോ പുതിയ പുതിയ ഐറ്റംസ്. കാശ് ഒരുപാട് വാരി ഇറങ്ങിയൊക്കെയാണ് നൊമാഡിയൻ. അത്യാവശ്യം ഇറക്കി. കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട് ഈ സാധനം. നല്ല നീറ്റ് ലുക്ക് കേട്ടാ, ചെറിയ വണ്ടിയാണെങ്കിലും. അതെ അതെ അതെ, തറവാടിയാ. ഗൈസ്, നൊമാഡിയന്റെ ഫോട്ടോഷൂട്ടാണ്. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട് ഗൈസ്, ഇതിന്റെ ഫോട്ടോ ഒന്നും കിട്ടുന്നില്ല ഗൈസ്. ഓ അങ്ങനെ. ആറുണ്ടാവും അല്ല, ഇത് സ്ട്രീറ്റ് ആറ്റിറ്റ്യൂഡ്. സീക്രട്ട് ഓഫ് മൈ എനർജി. അത് വേണ്ട ഇവിടെ അങ്ങനെ തുറന്നു വെച്ചിട്ട് ചിരിക്കണ പോലെ, നീ ഇപ്പൊ ചിരിച്ച പോലെ. എന്നിട്ട് പക്ഷേ ബ്രാൻഡഡ്. കഫിക്കാനയുടെ മോഡൽ. അങ്ങനെ കഴിച്ച ഒരു കോഫി കുടിക്കാൻ വേണ്ടി നമ്മൾ കഫിക്കാനയിനകത്ത് തന്നെ കയറിയിരിക്കുകയാണ്. വിത്ത് നൊമാഡിയൻ. നൊമാഡിയൻ ഇവിടെ കോഫി കുടിച്ചിട്ടുണ്ടോ? പിന്നെ എത്ര വട്ടം ഇവിടെ ഉണ്ട് ആണല്ലേ. പുതിയ നീ കുടിക്കാത്ത ഏതെങ്കിലും ഒരു കോൾഡ് ബ്രൂ എന്തായാലും കുടിക്കാൻ പറ. മാച്ച കുടിക്കും. മാച്ച വേണ്ട, കോക്കനട്ട് വാട്ടറിന്റെ വിത്ത് കോഫി പറഞ്ഞാലോ, കോഫി ക്രീം വിത്ത്. അതെടുത്തോ, അത് നമ്മൾ കുടിച്ച് എടുത്തോ, കൊള്ളാം. നീ കുടിച്ചിട്ടില്ലേ പണ്ട്? വേണ്ടേ, എന്തായാലും ഓർഡർ ചെയ്താൽ. ഇതൊക്കെ നമ്മൾ ഷൗമി 17 അൾട്ര അതിൽ എടുത്തതാണ് ഗൈസ്. കാണാൻ പറ്റുന്നുണ്ടോയെന്ന് എനിക്ക് അറിയാം. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ, നല്ല അടിപൊളി. ഷാർപ്നെസ് ഒക്കെ നല്ല അത്യാവശ്യം അടിപൊളിയാണ്. മാഡിയനെ പിന്നെ പോസ് ചെയ്യാൻ കളഞ്ഞാൽ മതിയല്ലോ. മാഡിയൻ കാപ്പി ഇല്ലാത്ത കപ്പും വെച്ചിട്ട് പോസ് ചെയ്യാൻ മതി. അൺപോസിങ്. നമ്മുടെ ഷാമി 17 അൾട്ര ലൈക്ക എഡിഷനാണ് ഗൈസ്. ഇത് വെച്ചാണ് എടുത്തിരിക്കുന്നത്. ആൻഡ് ദ മോഡൽ ഫുൾ ബിസി. അതിനുള്ള ഫോട്ടോ കണ്ടില്ലേ? ഇല്ല, അത് കൊള്ളാം. എനിക്ക് കോൺട്രാസ്റ്റ് ഉള്ള ഫോട്ടോസ് എനിക്ക് ഇഷ്ടം. ഫോട്ടോസ് ഉണ്ട്, അത് കൊള്ളാം. ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് നിന്ന് കഴിഞ്ഞാൽ അടുത്ത് തരും ഫോട്ടോസ് ഉള്ള ഫോട്ടോ. പിന്നെ ആരാ എടുക്കുന്നത്? മൊബൈലൊക്കെ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ചുമ്മാ ഫോട്ടോഷൂട്ടൊക്കെ ഈസി PC ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഓർഡർ ചെയ്ത് കുടിച്ചിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാം. ആൻഡ് ഹിയർ കംസ് സഹൽ. കണ്ടാണോ അവൻ്റെ വണ്ടി ഉണ്ടായിരുന്നോ? വണ്ടി കിടക്കണം. ഈ വണ്ടി കണ്ണാടി വെച്ച വണ്ടി, കൂളിംഗ് ഗ്ലാസ് വെച്ച് i20 കണ്ടില്ലേ നീ? ഫുൾ കൂളിംഗ് ഗ്ലാസ് ആണ്. റീലല്ലേ? അലോയ്സ്. സ്വർണ്ണ കളർ അലോയ് അല്ലേ? അലോയ്, ഗോൾഡ് അലോയ്. ജീവിച്ചു പോട്ടേ. നൊമാഡിയന്റെ ദുബായിലെ വണ്ടി ഇറങ്ങുമ്പോഴാണ് അടുത്ത ഇറങ്ങണ്ടേ. എത്ര ആളോട് നടക്കുമെന്നറിയ പറയല്. അയ്യോ, നൊമാഡിയൻ വേദിക്കുന്ന കോടീശ്വരൻ. അങ്ങനെ ഗൈസ്, നമ്മുടെ കോഫി ക്രീം വിത്ത് കോക്കനട്ട് വാട്ടർ വന്നിരിക്കുകയാണ്. റിഫ്രഷിങ് ആയിട്ടുള്ള ഐറ്റം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സാധനം. കോഫി ഉണ്ട്, കോക്കനട്ട് വാട്ടറും ഉണ്ട്. വെക്കുമ്പോൾ അത് മാഷിൽ തന്നെ വെച്ചേക്കണം എന്നൊക്കെ നോക്കണം. ഇപ്പൊ വീണതാ ഗൈസ്. കലക്കി അടിയടി ഇങ്ങനെ മിക്സ് ചെയ്യുക ഗൈസ്. അടിയിൽ മൊത്തം കോക്കനട്ട് വാട്ടറാണ്. കുടിച്ചോണ്ട് റിഫ്രഷിങ്. നീ പണ്ട് കഴിഞ്ഞ വന്നപ്പോൾ ഇതാണ് അല്ലേ? ഓ, അപാര കോമ്പിനേഷൻ തന്നെ അല്ലേ? കോഫി, കോക്കനട്ട് വാട്ടർ. അതിന് തേങ്ങേനൊക്കെ ഇതുണ്ട്, പിഴിയാൻ പറ്റും. ചെറിയ ഒരു ബൈറ്റ്. കിടപ്പുണ്ട്. കൊള്ളാം. മുതലാളി നോക്കിയേ, സന്തോഷത്തോടെ ഇരിക്കുന്നത്. മുതലാളിയാ? അതിലല്ല, കൊച്ചു മുതലാളി, ഓണറിന്റെ ബ്രദർ. അവനെ പക്ഷെ എൻ്റെ കണ്ണിൽ അവനാണ് മുതലാളി. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ കഫിഖാനയിൽ വരുന്നത്. ഞാൻ ഇവിടെ ഇല്ലെങ്കിൽ ഞാൻ വരാറില്ലല്ലോ, ഇല്ലേ? ഞാൻ ഇവിടെ ഉള്ളപ്പോഴാണ് വരുന്നത്. കത്തിച്ചിരിക്കാൻ ഒരാളായല്ലോ, അതുകൊണ്ട് വരുന്നത്. അകത്തൊക്കെ തണുത്തിറങ്ങി നല്ല ഒരു റിഫ്രഷിങ്. കോഫിയുടെ കിക്കും ടെൻഡർ കോക്കനട്ടിന്റെ എനിക്കിപ്പോ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു സാധനത്തിന്റെ അവസാനത്തെ ആ ഫ്രോത്ത് ഉണ്ടല്ലോ, അതായത് കുടിക്കുന്നുണ്ടോ? ഫുഡിലും ടേസ്റ്റ് കേട്ടോ, അത് കുറ്റം പറയില്ല. വേറെ ലെവൽ ടേസ്റ്റ് ആ ഫ്രോത്തിന്. മധുരം ഉണ്ട് കേട്ടോ. ആ ഒരു സാധനം ഡിസ്ക്ലൈമറാണ്. പിന്നെ ആരും ഇല്ല കേസ്, അതുകൊണ്ടാണ് ഇങ്ങനെ സൗണ്ടൊക്കെ ഉണ്ടാകുന്നത്. ആരും ഇല്ലെങ്കിൽ അവർക്ക് ഡിസ്റ്റർബൻസ് ആവും. നമ്മൾ നോക്കിട്ടോ, പരിസരം നോക്കിയപ്പോൾ വലിയ പ്രശ്നമില്ല. പരിസരം നോക്കിയിട്ട് അലമ്പ് കാണിക്കുന്നവരാണ് നമ്മൾ. പരിസരം നോക്കിയിട്ട് മാത്രം അലമ്പ് കാണിക്കും. എന്തായാലും ഗൈസ്, കോസി പോയി ആ മാംഗോ ടാക്കോ കഴിക്കണമെന്നുണ്ട്. സമയത്ത് 6 മണിയല്ലേ? അവന് പിന്നെ എന്തെങ്കിലും പരിപാടിയുണ്ട്. നോക്കട്ടെ ഗൈസ്, എന്താണ് പ്ലാൻ നോക്കട്ടെ. എനിക്കറിയാം, ഞാൻ ഇവനെ കൊണ്ടുവന്ന് അവന്റെ ഹോട്ടലിൽ ആക്കിയിട്ട് ഞാൻ അവനെ ഊബറും പിടിച്ചു പോവാം. തിരിച്ചാക്കും. എവിടാ? നീ അവിടെ നിന്ന് തിരിച്ചു വരണ്ടേ വീണ്ടും ഒറ്റയ്ക്ക്? നമ്മുടെ എനിക്ക് വഴി അറിയത്തില്ല, പക്ഷേ മറ്റവന്മാരെ കൊണ്ടാക്കിയിട്ട് നൈസായിട്ട് സെറ്റ് ചെയ്യാം. അങ്ങനെ ഗൈസ്, കഫിഖാനയിൽ നിന്ന് നമ്മൾ അടുത്ത സ്പോട്ടിലോട്ട് പോവുകയാണ്. അവിടെ പാർക്കിംഗ് ഉണ്ടെങ്കിൽ അവിടെ കയറും, ഇല്ലെങ്കിൽ ഞാൻ വീട്ടിൽ പോകും. ദാറ്റ്സ് ദ പ്ലാൻ. അപ്പോൾ അടുത്ത സ്പോട്ടിൽ പോകണം. ബൈഡാ.
ടാറ്റാ ഗൈസ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി നേരെ കേഴ്സിലോട്ട് പോവുകയാണ്. വീണ്ടും പക്ഷേ പാർക്കിംഗ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് വീട് ഉണ്ടോ. അവിടെ പാർക്കിംഗ് ഉണ്ടെങ്കിൽ സുഖമാണ്. അവിടുത്തെ ഓണറൊക്കെ നമ്മുടെ വണ്ടി ഇഷ്ടപ്പെട്ടു കേട്ടോ. ആ അവന്റെ വണ്ടി ഒരു കാഴ്ച വസ്തുവായി മാറി. നമ്മുടെ അലോയ്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കൊള്ളാം. നൊമാഡിയൻ അത്യാവശ്യം കാശ് പൊട്ടിച്ചിട്ടുണ്ട് ഗൈസ്. കാശിനല്ല, എന്ത് ചെയ്താലും മിനിമലായിട്ട് നല്ല പോലെ ചെയ്യണമെന്നൊരു ആഗ്രഹം. മിനിമലായിട്ട് നല്ല കാശ് ചെലവാക്കിയിട്ടുണ്ടോ? മിനിമലായിട്ട്, അല്ലാതെ ഇതിനകത്ത് ചിലവന്മാർ ചെയ്യുന്നതാണ് ചുമ്മാ എന്തൊക്കെയോ ചെയ്തു വെച്ച് വാരിക്കോരി ചെയ്തില്ല. ആൾക്കാർ കാണുമ്പോൾ സത്യം പറയുന്നത് അധികം ഒന്നും ഇല്ല, ശ്രദ്ധിച്ചോ? പക്ഷെ അധികം ഇല്ലാതെങ്കിലും നിന്നെ ആൾക്കാർ ശ്രദ്ധിക്കും. അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സ്റ്റിക്കർ ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് തന്നെ പോകും. പ്ലെയിൻ ആണ്. ഇതൊന്നും കാണാൻ പറ്റില്ല കേട്ടോ. വെളിയിലുള്ളവർക്ക് നമ്മളെയും കാണാൻ പറ്റൂല, നമുക്ക് വെളിയിലുള്ളവരെ കാണാം. അതായത് പ്രൈവസി ഗ്ലാസ് പോലെയാണ് സംഭവങ്ങളാണ് കേട്ടോ. നൊമാഡിയന്റെ കൊച്ചു സെറ്റപ്പ്. ഡേറ്റ് ഒക്കെ പോകണമെങ്കിൽ എന്റെ വണ്ടി തരാം കേട്ടോ. വേണ്ട, ഇടയിൽ കൂടെ നമ്മുടെ പൂക്കി അണ്ണൻ നമ്മുടെ സ്ക്രീനിലുണ്ട്. ഇത് സൂം ചെയ്യാൻ പറ്റില്ലല്ലോ. അതോ ഇല്ലല്ല, കാണിക്കാനേ പറ്റുള്ളൂ. അതുകൊണ്ട് ഗൈസ് നമ്മുടെ പൂക്കി അണ്ണനുണ്ട്. എവിടെ നോക്കിയാലും നമ്മുടെ പൂക്കി അണ്ണനുണ്ട്. അവരിത് വെച്ച് നല്ല മാർക്കറ്റ് ചെയ്തു. അവർക്ക് ഇതേക്കുള്ളിൽ വേറെ ഒന്നും വേണ്ട. നീ സത്യം പറഞ്ഞാൽ ഒന്നും ഫുഡ് കഴിച്ചിട്ടില്ല. അത് കഴിഞ്ഞ് ഇപ്പോൾ നമ്മളൊരു നല്ലൊരു സാധനം കോഫി വിത്ത് കോക്കനട്ട് വാട്ടർ സാധനം കുടിച്ചു. അതിന് എനിക്ക് വയ്യാതായി. ഒരു കോഫി കുടിച്ചപ്പോഴേക്കും അവൻ ഡെഡായി. സില്ലി ഗൈസ്. അങ്ങോട്ട് കഴിക്കണം തോന്നില്ലല്ലോ, എന്തോ ഒരു പ്രശ്നങ്ങൾ. ഫോട്ടോ പോസ്റ്റ് ചെയ്യണല്ലേ? ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ഫോട്ടോ ഇപ്പൊ ഞാൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഡ്രസ്സിൽ കാണുന്ന ഫോട്ടോ എടുത്തതാരാണ്? അത് നമ്മുടെ സൊമാഡിയന്റെ ചേട്ടൻ സൊഗോഡിയൻ. ഇത് പറയാൻ വേണ്ടിയാണ് വ്ളോഗ് കൊളാകാൻ വേണ്ടി വന്നേക്കുന്നത്. ഇപ്പൊ അവര് പറയും വന്ന് ഇത്രയും നാളെ നല്ലപോലെ പോയിട്ടിരുന്ന വ്ളോഗാണ്. സത്യം നമ്മളിപ്പോ ഇഷ്ടപ്പെട്ട് വരുന്നുണ്ട് ആൾക്കാർ. ശീലമായിട്ട് വരുന്നുണ്ടല്ലോ. കോഴ്സിൽ പാർക്കിംഗ് ഉണ്ടായിരിക്കണേ എന്നുള്ള ഒറ്റയിലാണ് ഞാൻ പോണത്. L3949 കൊള്ളാല്ലേ? മോശമൊന്നും അല്ലേ? 50-60 കൊള്ളായിരുന്നു. 50-50 നോക്കിയപ്പോ ലോക്ക് ഇട്ടേക്കുന്നത് നല്ല ലേലം വിളി പോകും. ലക്ഷങ്ങളായിരിക്കും. അതുപോലെ എനിക്ക് ഈഗോ വന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചിലപ്പോ ലക്ഷങ്ങൾ കൊണ്ടുപോവുകയും ചെയ്യും. അതുകൊണ്ട് പിന്നെ ഞാൻ വേണ്ട. അയ്യോ, ആ പൈസ ഉണ്ടെങ്കിൽ വണ്ടി പണിയാ. സത്യം. സ്ഥലമുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇടിച്ചേറ്റിയോ? പക്ഷെ അവിടെ കേറാൻ പറ്റും? നമുക്ക് സെറ്റ് ചെയ്യാം. ഇല്ലടാ, കേറൂലടാ. കിടക്കുന്നുണ്ട്. അതാണല്ലേ, അവിടെ ആർക്കും കേറ്റാൻ പറ്റൂല. പണി അവിടെയൊക്കെ വഴി തടയല്ല അവസാനം. ഇതിന്റെ ഫ്രണ്ട് ആണ്. ഇതാണ് സംഭവം. വെളിയിൽ നിന്നുള്ള ഒരു മനുഷ്യർക്ക് കാണാൻ പറ്റില്ല അകത്താരാണ് ഇരിക്കണേന്നുള്ളല്ലേ. അങ്ങനെ ഗൈസ് അകത്ത് കോസ്റ്റിൽ അങ്ങനെ പാർക്കിംഗ് കിട്ടിയിരിക്കുകയാണ് ഫൈനലി. നൊമാഡിയനെ ഈഗോ അടിപ്പിക്കാൻ വേണ്ടി ഒരു G-Wagon കൊണ്ടൊന്ന് സൈഡിട്ടേക്കാം. അതാണ് കൊച്ചിയിൽ ഇത്രയും പൈസ ഉള്ളവരൊക്കെ ഉണ്ടാകും. എന്താണ് അവന് കൊച്ചിയെ പറ്റി അറിഞ്ഞുകൂടാന്ന് തോന്നുന്നു. കൊല്ലമല്ല കൊച്ചി. സത്യം രണ്ടും പക്ഷെ ഒരു കുടുംബത്തിലുള്ള പോലെ ഉണ്ട് കേട്ടാ. കറുത്ത കളറായുണ്ട്. ഇപ്പം എന്തായാലും ഗൈസ് അകത്തിട്ട് വരാം. അങ്ങനെ ഗൈസ് നമ്മൾ വീണ്ടും കോസ്റ്റിലെത്തിയിരിക്കുകയാണ് വിത്ത് മിസ്റ്റർ നൊമാഡിയൻ. ഞാനൊരു ഫ്രൈഡ് റൈസ്, നമ്മുടെ കുറേ നാളായിട്ട് ഇല്ലായിരുന്ന ബേൺഡ് ഗാർലിക് എഗ് ഫ്രൈഡ് റൈസും വിത്ത് സ്റ്റിർ ഫ്രൈഡ് ചിക്കനും. ആൻഡ് ഗുഡ് ന്യൂസ് ഗൈസ്, മാംഗോ ഹലൂമി ടാക്കോ ഇസ് അവൈലബിൾ. അപ്പോൾ അതും പറഞ്ഞു അവനും ട്രൈ ചെയ്യട്ടെ, കൊള്ളാവോ ഇല്ല എന്നുള്ളത് അവൻ പറയട്ടെ. ഇതാ ഇവിടെ നോക്കിയാണ് ഫോട്ടോ സെലക്ഷൻ നടക്കുകയാണ്. ഇവിടെ വന്ന് വാങ്ങുകയാണ് ഗൈസ്. അതാണ് നല്ല സീൻ. ഫുൾ സെലിബ്രിറ്റീസും എല്ലാവരും വരുന്നൊരു സ്ഥലമായിരുന്നു ഞാൻ കൊണ്ടുവന്നു. വന്ന് വലുതാ നോക്കിയാണ്, ഫുൾ വായി നോക്കിക്കൊണ്ടിരിക്കണൊക്കെയാണ്. ഇതാണ് ഗൈസ് കോസ് കഫേ. ഫുൾ G-Wagon സംഭവങ്ങളൊക്കെ തന്നെ. വൻ കലിപ്പ് സ്ഥലം. ദുബായിൽ ഇരിക്കണമെന്നേ പറയാം. നൊമാഡിയന്റെ തന്നെ കിളി പോയി. നല്ല സ്ഥലം. കൊച്ചിയൊക്കെ വേറെ ലെവലാണ്. അവൻ അറിഞ്ഞൂടാ. ക്രൗഡും നൈസാണ്, ആംബിയൻസും ഫുഡും ഒക്കെ നൈസാണ്. കോസ് ചെയ്യാൻ പറഞ്ഞേ ഇവിടെ വേറൊരു വൈബാണ്. ഗൈസ് ലെറ്റ്സ് ട്രൈ ഇറ്റ് ഔട്ട്. ടാക്കോ വിത്ത് മാംഗോ ആൻഡ് ഇതിൻ്റെ അകത്ത് ഹലൂമി ചീസ് ഗ്രില്ല് ചെയ്തിട്ടുണ്ട്. വിത്ത് സാൽസ. മാംഗോ ഒക്കെ കാണാനില്ലല്ലോ. മാംഗോ കുറവാണ്. മാംഗോ അവിടെ ഇട്ടുണ്ട്, കാരണം മാംഗോ സീസൺ എന്നിട്ട് മാംഗോ ഇട്ടിട്ടില്ല. മാംഗോ കാണാനില്ല, മാംഗോ കുറവാണ്. കഴിച്ചോ? ബിസ്മില്ല. ദുബായ് സ്റ്റൈൽ. എങ്ങനെയുണ്ട്? നല്ലൊരു സമ്മർ ഫ്രഷ് ഫീലിംഗ് ഇല്ലേ? നൈസ് അല്ലേ? ഇടയ്ക്കൊരു പാനിപ്പൂരി മിക്സൊക്കെ ഇടുന്നുണ്ട്. അത് സിലാൻഡ്രോ സോസാണ്. ഇത് സാധനം കുറച്ച് മെസ്സിയാണ്. കൊള്ളാം. പക്ഷേ നല്ല ഫുഡാണ്. ലൈറ്റ് ബൈറ്റിന് പറ്റിയതാണ്. മാങ്ങയും
സാൽസയുടെയും കൂടെ ഒരു മിക്സ് വരുമ്പം ഇത് കഴിച്ചോട്ടോ നിങ്ങൾ നൊമാഡിയൻ ഒരു ഫുഡി എന്നൊക്കെ പറഞ്ഞിട്ട് ഗൈസ് ആപ്പറ്റൈറ്റ് ഇല്ല. നമ്മളെന്ന് പറഞ്ഞാൽ നമ്മൾ വാരി വലിച്ച് കഴിക്കില്ല. അല്ല ഞാനൊരു കാര്യം പറട്ടെ, ഇതിപ്പോൾ 3 പീസ് കൊണ്ടുവച്ചേ, ഇത് 3 പീസ് കഴിക്കണമെന്നില്ല, ഇത് ട്രൈ ചെയ്യാൻ. ഒറ്റ പീസ് കഴിച്ചാൽ മതി. നിങ്ങൾ കഴിക്കും. ഫുഡി എന്നുള്ള നിലയിൽ ഞാൻ തന്നെ കഴിക്കും. ഫുഡി അല്ല ഗൈസ്, ആക്രാന്ത കൊതിയൻ. തേങ്ങയാണ്. അപ്പോൾ ഗൈസ് ഇതും ഞാൻ തന്നെ തിന്നുന്ന ഒരു സീനാണ്, അവസ്ഥയാണ് വന്നിരിക്കുന്നത്. നൊമാഡിയന് ചെറിയ വയറിളക്കം, അതാണ് നമ്മൾ കഴിക്കാത്തത്. ഓരോ പ്രാവശ്യം നാട്ടിൽ വരുമ്പോഴും വയറ് കൊളാക്കിയിട്ട് ഇങ്ങനെ വ്ളോഗിൽ വന്നാൽ നമ്മൾ വേറും വയറിളക്കാം. അങ്ങനെ ഞാൻ എന്തായാലും നിർത്താൻ പോകണം. കഴിച്ചില്ല, ഇവനെ പോലെ ആവാൻ പോകണം. ഫുൾ ടേസ്റ്റ് ചെയ്യുന്നു, വീട്ടിൽ പോകുന്നു, അത്രേ ആവാം. ഇത് പക്ഷേ ഞാൻ പറഞ്ഞു, ഇത് ഭയങ്കര ഒരു അഡിക്ഷനായി മാറിയിരിക്കുകയാണ് ഈ ഒരു സാധനം. ഭയങ്കര ടേസ്റ്റ് ചെയ്യുന്നു, ഒരു രക്ഷയില്ല. പിന്നെ ഭയങ്കര ഫ്രഷാണ്, ഇത് മൊത്തം വെജിറ്റബിൾ ആണ്. അതെ അതെ, ചീസ് മാത്രം അവിടെ ഇവിടെ കുറച്ച് അലൂമി ചീസ് ഉണ്ടെന്നേ ഉള്ളൂ. അത് പ്രശ്നമില്ല, ഹെൽത്തിയാണ്. അലൂമി നല്ല ഹെൽത്തിയാണ്. അപ്പോൾ ഗൈസ് ഇതും കൂടെ കഴിച്ചിട്ട് തരാം. അങ്ങനെ ഗൈസ് എൻ്റെ ഫേവറേറ്റ് സാധനം ബാക്ക് ഇൻ മെനു, ബേൺ ഗാർലിക് ഫ്രൈഡ് റൈസ്, സ്റ്റർ ഫ്രൈഡ് ചിക്കൻ, ചില്ലി ചിക്കൻ പോലത്തെ ഒരു സാധനമാണ്. കുറച്ച് കഴിയും, നിനക്ക് പറ്റുന്ന കഴിയും. ഞാൻ റൈസ് മാത്രം കഴിച്ചു നോക്കിയേ. അതാണ് ഞാൻ നോക്കുന്നത്, റൈസ് മാത്രം. എന്നാലും നമുക്ക് കറക്റ്റ് ക്വാളിറ്റി അറിയാൻ പറ്റും. മണമൊക്കെ ഓ സീനാട്ടോ, ഭയങ്കര ക്വാളിറ്റി. റെയറാ നല്ല ഫുഡ് കിട്ടുന്നത്. അതാ നമ്മളങ്ങനെ ചുമ്മാ ഉടായ്പ സാധനം പറയില്ലല്ലോ. ഓ അടിപൊളിയാണ്, നൈസല്ലേ. നമ്മൾ ദുബായിൽ നിന്ന് കഴിച്ചിട്ട് വരുമ്പം അവിടുത്തെ ടേസ്റ്റ് ഒന്നും അല്ല. വലിയ ഞാൻ ഫുഡിനെ പറ്റി വലിയ നോളജ് ഇല്ലല്ലോ, നമുക്ക് അറിയാൻ പറ്റും ആ ഒരു കമ്പാരിസൺ. അതേ നാട്ടിലെ ഫ്രൈഡ് റൈസ് നമ്മുടെ നല്ല പൈസ കഴിയുമ്പോൾ വേറെ ലെവലത്. ഞാൻ പറഞ്ഞില്ല, ആ ഗാർലിക്കിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ഒക്കെ വരുമ്പോൾ ഉണ്ടല്ലോ, സത്യം കിട്ടില്ല ടേസ്റ്റ്. സത്യം സത്യം. ഇത് കിട്ടോടെ സൂപ്പർ അല്ലേ. എന്തായാലും ട്രൈ ചെയ്യണം. പേര് കോസ് കഫേ. സീന സാധനമാണ്. ഇത് ചുമ്മാ കഴിക്കാൻ പറ്റില്ല, അടിപൊളിയാ. സത്യം പറഞ്ഞാൽ ഈ കറി ആരും തൊടൂല, അതാ പറഞ്ഞ ചുമ്മാ കഴിക്കാൻ പറ്റും. റൈസ് അത്രയും കിടിലാണ്. സീൻ കിടിലം ഫ്ലേവർ. എനിക്ക് സത്യം പറഞ്ഞാൽ കൊച്ചിയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫ്രൈഡ് റൈസ്. ചിലയിടത്തൊക്കെ അറിയോ, ഫ്രൈഡ് റൈസ് മൊത്തം മുട്ടയായിരിക്കും. മുട്ട ചിക്കി വൃത്തിയായിട്ട് ടേസ്റ്റ്, മുട്ട ടേസ്റ്റ് കയറി നിൽക്കും. ഇത് സത്യം പറഞ്ഞാൽ പെർഫെക്റ്റ് ആണ്. ആ ഗാർലിക്കിന്റെയും എല്ലാത്തിന്റെയും കൂടെ ഒരു മിക്സ്. എനിക്ക് തോന്നുന്നു ഞാൻ ഇപ്പോൾ റീസെന്റ് കഴിച്ചത് നല്ല ഫ്രൈഡ് റൈസ്. ഫ്രൈഡ് റൈസ് ലവേഴ്സ് മസ്റ്റ് വിസിറ്റ് ആണ് ഗൈസ്. നമ്മളൊക്കെ നോർമലി കഴിക്കുന്നത് ഫ്രൈഡ് റൈസ് പറയുമ്പോഴേ കുറേ സോസ് ഇട്ട് അടിച്ച് തരുവാടെ, അതല്ല ഫ്രൈഡ് റൈസ്, ഇതാണ് ഫ്രൈഡ് റൈസ്. ആ റൈസിന്റെ ക്വാളിറ്റിയാണ്, നല്ല റൈസാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. സോസ് വാരി ഇടുന്ന സാധനമൊന്നുമില്ല. മറ്റേ സോയാബീൻ സോസ് ഒക്കെ വാരി ഇടൂടെ. ചിക്കൻ കുറച്ച് ചൂടായിരിക്കും ഇപ്പോഴത്തെ വാവുള്ളി. സനുപ്രിൻ്റെ യൂസ് ചെയ്യുന്ന റൈസ് നല്ല റൈസ് കേട്ടോ. ഒരു നല്ല ക്വാളിറ്റി സ്ഥലമാണ് ഇത്. ചിക്കൻ കൊള്ളാം, നല്ല ടേസ്റ്റ്, നല്ല ബാറ്റർ കേട്ടോ ചിക്കൻ്റെ. ഞാൻ സോസ് അധികം കഴിയാറില്ല, ബിക്കോസ് അത് ഹെവി ആവും. ഞാൻ ചിക്കനും റൈസും കൂടെ വെച്ചിട്ട് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്താണ് തീർന്നു. അതാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ എന്തായാലും ഗൈസ് മസ്റ്റ് ട്രൈ ആണ്. കോസില ബേൺഡ് ഗാർലിക് ഫ്രൈഡ് റൈസും വിത്ത് സ്റ്റിർ ഫ്രൈഡ് ചിക്കൻ. ചിക്കൻ ഉണ്ട്, സൂപ്പർ അല്ലേ. ഇത് ഭയങ്കര കംഫർട്ട് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെസ്റ്റ് കംഫർട്ട് ഫുഡാണ്. മഴയത്തൊക്കെ വന്ന് ഇതങ്ങ് കഴിക്കണം. ഓ വൈബായിരിക്കും. നമുക്ക് റൈസ് അഡിക്റ്റീവാണ്, ഭയങ്കര അഡിക്റ്റീവാണ്. അത് നല്ല രസമുണ്ട്, രണ്ടും ഭയങ്കര നല്ല ടേസ്റ്റാണ്. മസ്റ്റ് ട്രൈ, ലെറ്റ് മീ നോ ട്രൈ ചെയ്യണമെങ്കിൽ. അങ്ങനെ കഴിച്ച് നമ്മൾ കോസ് നിന്ന് യാത്ര പറയുകയാണ്. അടുത്തിന് നേരെ അവൻ്റെ വാസസ്ഥലത്തോട്ട് പോവുകയാണ്. ജിഞ്ചർ. അവിടെ പോയിട്ട് അവൻ്റെ കുറച്ച് കൂട്ടാളികൾ അവിടെ ഉണ്ട്, അവരെയും കൂടെ കണ്ടിട്ട് ബൈ പറഞ്ഞിട്ട് എന്നെ കൊണ്ട് ആ വീട്ടിലാകും. ഗൈസ് വാവ്, കാറിൻ്റെ അകത്ത് ആംബിയൻ ലൈറ്റിംഗ്. ഓഫ് കട്ട മറ്റേ 50 Shades of Grey ആണ് അവൻ്റെ കാർ. ഫുള്ള് റെഡ് ലൈറ്റൊക്കെ വെച്ച് എന്താണ് പരിപാടി എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. നൊമാഡിയൻ എന്തൊക്കെയോ ഉള്ള പരിപാടികളാണ് ഈ കാറിൽ നടത്തുന്നത്. ഫുള്ള് ഫിലിം, റെഡ് ലൈറ്റ്. ഓ മൂഡ്. ഓക്കെ ഗൈസ് വരാം. അങ്ങനെ ഗൈസ് നൊമാഡിയൻ്റെ ബ്രദർ ഈസ് ഹിയർ, സച്ച്. അവനെ ഇടയ്ക്കിടയ്ക്ക് കൊച്ചിയിൽ അവിടെ ഇവിടെ വെച്ച് കാണാറുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്യാറുണ്ട്. നൊമാഡിയൻ കണ്ടാ റൂമൊന്നും ഒരു വൃത്തിയില്ലാതെ സൂക്ഷിക്കുന്നവൻ. നൊമാഡിയൻ വന്ന് ഇത് മൊത്തം വൃത്തികേടാക്കിയിട്ട് വെളിയിൽ പോയി. അതെന്തോടാ റൂം ഫ്രഷ്നതാ സീനാട്ടാ, എല്ലാ സെറ്റപ്പും ഉണ്ട്. ഗൈസ് കുറച്ച് നേരം ഇവിടെ ചില്ല് ചെയ്തിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് ഞാൻ മിക്കവാറും വീട്ടിൽ പോകണം. ഇന്നത്തേക്കുള്ള സോഷ്യൽ ബാറ്ററി കഴിഞ്ഞ എൻ്റെ. ഡേ നീയായിരുന്നു, ഞാൻ സൂപ്പർമാനാണത്. മാൻ കൊല്ലം ഫുഡീസ് ഹിയർ ഗൈസ്. അങ്ങനെ കഴിഞ്ഞ തവണ കണ്ടതാണ് നമ്മളെ കൊല്ലത്തെ ടോപ്പ് ഫുഡിയാണ്.
ഞാൻ കാണാറുണ്ട് ഇപ്പോൾ വീഡിയോ. കേട്ടാ നല്ല രസമുണ്ട്. കൊല്ലത്ത് വന്നിട്ട് വേണം കഴിക്കാനായിട്ട്. കുറേ സ്ഥലങ്ങളുണ്ടല്ലോ ഇവന്മാർ പറഞ്ഞത് കഴിക്കണമെന്നൊക്കെ പറഞ്ഞ. നൊമാഡിയൻ പണ്ട് ടവലിട്ടുകൊണ്ട് ഓടിയ വ്ളോഗ് ഭയങ്കര ഹിറ്റായിരുന്നു. ഓർമ്മയുണ്ട? കഥ തുറന്നിട്ട് അവൻ്റെ ആ വ്ളോഗ് ഭയങ്കര ഫേമസാ. അതിനുശേഷമാണ് അവന് കുറെ പെണ്ണുങ്ങൾ ഫ്രണ്ട്സൊക്കെ ഫാൻസ് കയറി. അതിനുശേഷം അത് ഭയങ്കര ഹാപ്പിയായി നൊമാഡി. അതാ കൈയേറ്റ കോപ്പി നാണം വന്നു അവന്. അയ്യോ മൈക്ക് വീഴിങ്ങിയ ഒരു മൈക്ക് വന്നിട്ടുണ്ടായിരുന്നല്ലോ. അങ്ങനെയാണ് എന്നെ കൊണ്ട് വീട്ടിൽ വിടാന്ന് പറഞ്ഞവൻ. കാറ് ഒതുക്കി ഊബർ വിളിയടാ വീട്ടിൽ പോട്ടെ. എടാ എന്റെ സ്പീക്കർ വിഴിഞ്ഞാടാ നീ. ഒരു മൈക്ക് ഉണ്ടായിരുന്നു. എടാ ഒരു മൈക്ക് നിന്റെ എവിടെയോ കയറ്റി വെച്ചിട്ടുണ്ട്. എണീപ്പിക്കുന്ന എന്ത് ചെയ്യും? അതുകൊണ്ട് എന്റെ ഒരു മൈക്ക് എന്റെ ഷർട്ടിന്റെ അവിടെ ഉണ്ടായിരുന്നു. അതെടുക്കാൻ വന്നപ്പോ ഇവിടെ മുട്ടം കൂർക്കാൻ പറ്റും. അതാണ് ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നത്. മൈക്കൊക്കെ വെച്ചിട്ടാണോ നീ കൂർക്കം വെച്ചോണ്ടിരുന്നത്? മൈക്കിട് കിട്ടി. ടവൽ നൊമാഡിയം പോലെ കൂർക്കമ്പളി നൊമാഡിയം. എന്നാലും ഗൈസ് നൊമാഡിയം കൊണ്ട് വിടുമെന്ന് തോന്നില്ല. ഞാൻ ഊബർ പിടിച്ച് വീട്ടിൽ പോട്ടെ. അങ്ങനെ ഗൈസ് ജിഞ്ചറിൽ നിന്ന് നമ്മൾ പോവുകയാണ്. സച്ചുവിന് യാത്ര പറയുകയാണ്. അഭിജിത്ത് എന്നെ കൊണ്ടൊന്ന് ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നൊമാഡിയൻ നല്ല സുഖ ഉറക്കം. നൊമാഡിയനെ വിശ്വസിച്ച് ഞാൻ വന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഏത് ആണോ? മറ്റേ സൂപ്പർമാനാ? അവൻ ഏത് വണ്ടിയിൽ പോയി? ഓഫ് മൈ ഗോഡ്, അവനെ കണ്ടില്ല. നെക്സ്റ്റ് ടൈം. അപ്പോൾ എന്തായാലും ഗൈസ് ഞാൻ വീട്ടിലോട്ട് പോട്ടെ. ടാറ്റ. അങ്ങനെ ഗൈസ് തിരിച്ച് ഞാൻ വീട്ടിൽ എത്തിയിരിക്കുകയാണ്. നാളെ ഇനി രാവിലെ എണീക്കണം. ഒരു 8:45 ദൃശ്യം ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പോയി കണ്ടിട്ട് നാളത്തെ ഡേ സ്റ്റാർട്ട് ചെയ്യാം. സോ ലെറ്റ് സി ഗൈസ്. അപ്പം ഇന്നത്തെ ദിവസം ഇത്രയേ ഉള്ളൂ ഗൈസ്. നൊമാഡിയൻ അവിടെ പോത്ത് പോലെ കിടന്ന് ഉറക്കമാണ്. എന്തൊക്കെയോ പ്ലാൻ ചെയ്തിട്ട് അവസാനം ഇപ്പോഴാണ് എണീച്ചതെന്ന് തോന്നുന്നു. ഇനി നാളെ മറ്റന്നാൾ അവൻ്റെ ഫ്ലൈറ്റ് ഉണ്ട്. നാളെ രാത്രിയാണ് അവൻ്റെ ഫ്ലൈറ്റ്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ കൊല്ലം പോകണം അവന്. അത് കഴിഞ്ഞിട്ടാണ് തിരിച്ച് ദുബായ്. അപ്പോൾ എന്തായാലും ഗൈസ് ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബാക്കി ഇനി അടുത്ത വ്ളോഗിൽ കാണാം. ടേക്ക് കെയർ ഗൈസ്. ലവ് യു ഓൾ. ബൈ.